അതൊരു യൂഹാപോഹ വാർത്തയാണ്, അടിസ്ഥാനരഹിതമാണ്. രാവിലെ ഏഷ്യാനെറ്റുകാർ വിളിച്ചിരുന്നു, വന്നിരുന്നു, ഇത് കണ്ടിട്ടായിരിക്കും. അപ്പോൾ BJP-യിലേക്ക് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു നിലപാടോ തീരുമാനമോ ഇല്ല, അടിസ്ഥാനരഹിതമായ വാർത്തയാണ് എന്ന് ഇത്രയേ പറഞ്ഞുള്ളൂ. പക്ഷേ അത് വന്ന് അവസാനം പ്രചരണം BJP-യിലേക്ക് എന്നുള്ള മട്ടിലേക്ക് വന്നു. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനവും ഇല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു നിലപാടും സ്വീകരിച്ചിട്ടുമില്ല. ഒരു തെറ്റായ വാർത്തയാണ്. സംസാരിച്ചു ഒരു മാസത്തിന് ജനുവരി മാസം സ്റ്റേറ്റ് സെക്രട്ടറി വിളിച്ചിരുന്നു. അതെല്ലാം സെക്രട്ടറി വിളിച്ചാൽ പോകണമല്ലോ, പോയി കണ്ടു, സംസാരിച്ചു, അതെല്ലാം ശരിയാണ്. പിന്നീട് ജില്ലാ സെക്രട്ടറി വന്നിരുന്നു, സംസാരിച്ചു, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല, അങ്ങനെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഇപ്പം പാർട്ടിയിൽ പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ പ്രവർത്തനമില്ല, പ്രവേശനവുമില്ല, വേറെ പാർട്ടിയിലേക്ക് പോയിട്ടുമില്ല. അതെല്ലാം ഈ പറഞ്ഞ പോലെ യൂഹാപോഹവും അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളും വാർത്തകളുമാണ്. BJP മാത്രമല്ല, എല്ലാ പാർട്ടി നേതാക്കന്മാരും വിളിക്കാറുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കൽ വിളിക്കും, അപ്പം നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും, അതോടുകൂടി അവരങ്ങ് നിൽക്കും. എന്നും പറഞ്ഞ പോലെ അവരുടെ നേതാക്കൾ വിളിച്ചിരുന്നു, വന്ന് കണ്ടു. നമ്മളോട് പറയാതെ തന്നെ ഒരാൾ, മൂന്നാറുകാർ ആരെങ്കിലും സാർ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, കാണാൻ വരട്ടെ, പോരെ. അവരുടെ കൂടെ ഒരാൾ വരുന്നു, കണ്ടു, സംസാരിച്ചു. അപ്പം നമ്മൾ നമ്മുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു. അതിനുശേഷമാണല്ലോ സ്റ്റേറ്റ് സെക്രട്ടറി കാണുന്നത്, സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ യാദൃശ്ചികമായി നടന്ന സംഭവങ്ങളെല്ലാം അത്ഭുതകരമായി നടന്നു എന്ന് കണക്കാക്കേണ്ടതില്ല. നിലവിൽ വേറെ ഒരു പാർട്ടിയിലേക്കും പോയിട്ടുമില്ല, പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ഇല്ല. ഒരു പാർട്ടിയുടെയും പേരെടുക്കണ്ടല്ലോ, ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നില്ലേ. അത് പിന്നെ എടുത്തു പറയാൻ BJP-യുടെ പേര് എടുത്തു പറയേണ്ട സാഹചര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.